അപ്പൊ നമുക്കിന്ന് ക്യാമറകളെ കുറിച്ച് നോക്കാം. റിവേഴ്സ് ക്യാമറകൾ എത്രത്തോളം യൂസ്ഫുൾ ആണ് കാറിന് എന്നുള്ളത്. ഇത് നമ്മുടെ വണ്ടിയാണ്. അപ്പോൾ ഇതിലൊരു നോർമൽ രീതിക്കുള്ള ക്യാമറ കമ്പനി ഫിറ്റഡ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഇരിക്കുന്ന കോടാലിയുടെ പിടി നമുക്ക് ഈ ക്യാമറയുടെ വ്യൂയിലൂടെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. കണ്ടില്ലേ? അത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് വൈഡ് ആംഗിൾ അത്രക്കില്ല. എത്രയെന്ന് പറഞ്ഞാലും ആ ഇങ്ങേ കോർണറിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ കാണാൻ അതിനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പൊ ഇതൊരു നോർമൽ ഏതൊരു വണ്ടിക്കും ഇങ്ങനെയാണ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. കണ്ടാലറിയാം, നടുക്ക് താഴെയായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഒബ്സ്റ്റക്കിൾസിനെ കാണാൻ സാധിക്കത്തില്ല. അപ്പോ ഇത് നമുക്ക് ഈ ഡിസ്പ്ലേയിലൂടെ നിങ്ങൾക്ക് കണ്ടപ്പോൾ കറക്റ്റായിട്ട് വ്യക്തമായി കാണില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ മൊബൈൽ എടുത്ത് അവിടെ വെച്ച് കാണിച്ചു തരാം. കണ്ടില്ല, ഏകദേശം ഇങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഔട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വണ്ടിക്കകത്ത് ഇരുന്നാൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇതിന് പകരം നമുക്ക് സെൻസറുകളും കൂടെ വെക്കുന്ന മോഡൽ അതാ കണ്ടില്ല, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ആ സെൻസർ ഉള്ളതാണെങ്കിൽ പിന്നെ കുറച്ച് ബീപ്പ് സൗണ്ട് എങ്കിലും കേൾക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, കാണാനൊക്കില്ല. ഇതെന്റെ സ്കോർപിയോ ആണ്. ഇതിൽ ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തി. നോർമൽ രീതിക്കല്ല ക്യാമറ വെച്ചത്. ഇത് നമ്മുടെ വൈപ്പറിന്റെ വാഷർ വരുന്ന സ്ഥലമാണ്. ഈ ബേസ് മോഡൽ ആയതുകൊണ്ട് വൈപ്പർ വരത്തില്ല, വാഷറും ഇല്ല. അപ്പൊ അവിടെ ഒരു ഹോള് ഡ്രിൽ ചെയ്തിട്ട് ആ ക്യാമറ മുകളിലാണ് വെച്ചേക്കുന്നത്. മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആയിരിക്കും കാണിക്കുന്നത്. ഏകദേശം ഇങ്ങനെ. അപ്പൊ അതിന്റെ യൂസ്ഫുൾ എഫക്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പൊ കാണാം. നമുക്ക് ആ എങ്ങനെയാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ കോടാലി അവിടെ വെച്ചിട്ടുണ്ട്. സോറി, കോടാലിയല്ല, മൺവെട്ടി. നമുക്ക് ഡിസ്പ്ലേ ഒന്ന് നോക്കാം. ഇതാണ്ടില്ലേ, നിങ്ങൾക്ക് എത്രത്തോളം അത് വ്യക്തമായിട്ട് ഇതിൽ കാണാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതാ മൺവെട്ടിയുടെ പിടി അവിടെ കാണാം. അത്യാവശ്യം ഇതിൽ ക്ലാരിറ്റി ഇച്ചിരി കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ക്യാമറ മറ്റേതിൽ വെച്ചതുപോലെ തന്നെ മുകളിൽ നിന്ന് എടുത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പൊ മനസ്സിലാവും. ഇതാ ഇങ്ങനെയായിരിക്കും ഒരു ഡിസ്പ്ലേ ഔട്ട് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോടാലി കാണാം. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും എക്സ്ട്രീം ടിപ്പ് എവിടെയാണ്, അതായത് ഇതിലിപ്പോ ടോ ഹുക്കാണ് വരുന്നത്. 4-wheel ഡ്രൈവ് വണ്ടിയാണ്, ടോ ഹുക്ക് ഉണ്ട്. അപ്പൊ ആ ടോ ഹുക്ക് കണ്ടില്ലേ, അതായത് ഇതാണ് ആ സാധനം. അതാണ് അതിന്റെ എക്സ്ട്രീം ടിപ്പ്. അത് കൃത്യമായിട്ട് നമുക്ക് അകത്തിരുന്നാൽ കാണാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാമ്പ് പോലത്തെ ടൈപ്പ് ക്യാമറ കിട്ടുവാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ക്യാമറ എത്രത്തോളം യൂസ്ഫുൾ ആണ്, അവര് പറയുന്ന ഡിഫോൾട്ട് രീതിക്ക് വെച്ചുകൊണ്ട് യൂസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏതാണ്ട് മനസ്സിലായി കാണും. നമ്മൾ ആ കമ്പനിക്കാര് പറയുന്ന സ്പെസിഫിക്കേഷൻ നോക്കരുത്. നമ്മുടേതായ രീതിയിൽ ഒരു ആംഗിൾ കണ്ടുപിടിച്ച് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അവരെ കൊണ്ട് വെപ്പിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ താങ്ക് യു.